തൈറോയിഡ് പേഷ്യൻ്റാണ്. അപ്പോൾ നിങ്ങൾ ഡെന്റിസ്റ്റിനെ കണ്ടോ? തൈറോയിഡ് പേഷ്യൻസ് ഡെന്റിസ്റ്റിനെയാണോ കാണുന്നത്? എൻഡോക്രൈനോളജിസ്റ്റിനെയല്ലേ? ശരിയാണ്, തൈറോയിഡ് പേഷ്യൻസ് എൻഡോക്രൈനോളജിസ്റ്റിനെയാണ് കാണുന്നത്. പക്ഷേ നമ്മുടെ ശരീരത്തിലെ മറ്റ് അസുഖങ്ങൾ വായിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് പോലെ തൈറോയിഡ് ഹോർമോൺസിന്റെ വ്യതിയാനം മൂലം ഉണ്ടാകുന്ന ഹൈപ്പർതൈറോയിഡിസവും ഹൈപ്പോതൈറോയിഡിസവും വായിൽ റിഫ്ലക്റ്റ് ചെയ്യാറുണ്ട്. ഞാൻ ഡോക്ടർ അർച്ചന നായർ, കൺസൾട്ടന്റ് ഡെന്റൽ സർജൻ, GG ഫാമിലി ക്ലിനിക്, കുളത്തൂർ, ട്രിവാൻഡ്രം. കുട്ടികളായിട്ടുള്ള തൈറോയിഡ് പേഷ്യൻസിന് നമ്മൾ സാധാരണയായി കണ്ടുവരുന്നത് ഡിലേഡ് ഇറപ്ഷൻ അഥവാ അല്ലെങ്കിൽ ഏർലി ഇറപ്ഷൻ ഓഫ് ടീത്ത് ആണ്. അതായത് നേരത്തെയോ അല്ലെങ്കിൽ താമസിച്ചോ പല്ല് വരുന്നതായിട്ടുള്ള ഒരു ഇഫക്റ്റ് ആണ് ഈ കാണുന്നത്. അതല്ല, നമ്മൾ അവരിൽ തന്നെ ഗം പ്രോബ്ലംസും കാണാറുണ്ട്. മുതിർന്നവരിലും ഗം പ്രോബ്ലംസ് നമ്മൾ കാണാറുണ്ട്. പിന്നെ മൂന്നാമതായി നമ്മൾ കണ്ടുവരുന്ന വേറൊരു കാര്യമാണ് ഓസ്റ്റിയോപോറോസിസ്. അതായത് താടിയെല്ലുകൾ, മേൾത്താടിയെല്ലാണെങ്കിലും കീഴ്ത്താടിയെല്ലാണെങ്കിലും എല്ല് ദ്രവിച്ചു പോകുന്ന ഒരു ഇഫക്റ്റാണ് ഓസ്റ്റിയോപോറോസിസ്. അത് തന്മൂലം നമുക്ക് പല്ല് നഷ്ടപ്പെടാനുമുള്ള സാധ്യതയുണ്ട്. നാലാമതായി നമ്മൾ കണ്ടുവരുന്നത് ഇനാമൽ ഹൈപ്പോപ്ലേഷ്യ. അതായത് തൈറോയിഡ് പേഷ്യൻസിൽ ഇനാമലിന്റെ ക്വാളിറ്റി കുറച്ച് കോംപ്രമൈസ്ഡ് ആയിട്ടാണ് കാണുന്നത്. മാത്രമല്ല ഇവരിൽ ഉമിനീരിന്റെ ഉൽപാദനം കുറച്ച് കോംപ്രമൈസ്ഡ് ആയിട്ടാണ് കാണുന്നത്. സോ ഇങ്ങനെയുള്ള പേഷ്യൻസിൽ വൈഡ് സ്പ്രെഡ് ആയിട്ട് റാമ്പന്റ് ആയിട്ട് കേരീസ് നമുക്ക് കണ്ടുവരുന്നുണ്ട്, അതായത് കേട് കണ്ടുവരുന്നുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, ഇഫ് യു ആർ എ ഫിസിഷ്യൻ ഹു ഈസ് ട്രീറ്റിംഗ് എ തൈറോയിഡ് പേഷ്യൻറ്റ്, you can be a good referral to help these patients to have a good oral hygiene. അല്ല, നിങ്ങളൊരു പേഷ്യൻ്റ് ആണെങ്കിൽ അഥവാ നിങ്ങളുടെ തൈറോയിഡ് ലെവൽസ് ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ, ഡു ഗെറ്റ് ദെം ഇവാലുവേറ്റഡ് ആൻഡ് ടേക്ക് നെസസറി മെഷർമെൻറ്റ്സ് ഫോർ ദ സെയിം. ഒരു ഇന്നർ പീസ് ആൻഡ് മെൻ്റൽ ഹെൽത്തിന് ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് ഒരു ക്ലീൻ ആൻഡ് ന്യൂട്രീഷ്യസ് ഫുഡാണ്. ദഹനത്തിൻ്റെ ആദ്യപടി തുടങ്ങുന്നത് വായിൽ നിന്നാണ്. അതുകൊണ്ട് ഒരു സൗണ്ട് ബോഡിക്ക് ഒരു ശുചിത്വമുള്ള വളരെ അത്യാവശ്യമാണ്. ടേക്ക് കെയർ.